പൂരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് തൃശൂർ. ഇന്നാണ് പൂര വിളംബരം. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് പൂര വിളംബരം നടത്തുക. നെയ്തലക്കാവിൽ നിന്ന് വിളംബരത്തിനുള്ള പുറപ്പാട് തുടങ്ങി. സി വി അനുമോദും ജി ശ്രീജിത്തും നമുക്കൊപ്പം പൂരനഗരിയിൽ നിന്ന് ചേരുകയാണ്. രണ്ടു പേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും കേരളത്തിന്റെ മനസ്സൊന്നാകെ ഈ 2 ദിവസം ഇനി തൃശ്ശൂരിലായിരിക്കും. പൂര വിളംബരത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് നെയ്തലക്കാവിലമ്മ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നഗരിയിലെ കാഴ്ചകൾ എങ്ങനെയാണ്? ആദ്യം അനുമോദ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്താണ് ദേശത്തിലൂടെ. അതായത് വരുന്ന വഴിയെല്ലാം വിശ്വാസികള് പറയും നിവേദ്യമൊക്കെ സമർപ്പിച്ച് കൈകൂപ്പി നിന്ന് ഭഗവതിയെ വരവേറ്റ് യാത്ര ചൊല്ലുകയാണ്. ഈ ദേശം മുഴുവൻ ഭഗവതിയെ കാണുവാനായിട്ട് ഈ വഴികളിലൊക്കെ കാത്തു നിൽക്കുകയാണ്. ഒരു സത്യത്തില് ഈ പൂരത്തിന്റെ ഒരു സൗന്ദര്യം ഇത്തരത്തിലുള്ള ഘോഷയാത്രകളിലൂടെയൊക്കെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോ നെയ്തലക്കാവിൽ നിന്നുള്ള എഴുന്നള്ളത്ത് തെക്കേ ഗോപുര തുറക്കാൻ ഉള്ള എഴുന്നള്ളത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുക്കും എഴുന്നള്ളത്തോടെ റൗണ്ടിലെത്തിയിട്ട് മണികണ്ഠനാഥ് പരിസരത്ത് മേളത്തിന്റെ അകമ്പടിയോടെ പടിഞ്ഞാറേ ഗോപുരം വഴി വടക്കുനാഥിനെ വലം വെച്ച് തെക്കേ ഗോപുരത്തിലേക്ക് ഇറങ്ങും. അതിനുശേഷം പടിഞ്ഞാറ് നടയിലെത്തി നിലപാട് തറയിൽ നിന്ന് ശംഖുനാഥം മുഴക്കുമ്പോഴാണ് വിളംബരം പൂർത്തിയാവുക. ഏതാണ്ട് 12 മണി 1 മണിയൊക്കെ ആവും ആ ഒരു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാൻ. ഇന്നിപ്പോ നമ്മൾ രാവിലെ 8:30ക്കാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ചാറ്റൽ മഴയുണ്ട്. പക്ഷേ ഈ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലല്ല. എല്ലാവരും വളരെ ആസ്വദിച്ച് ഈ ഒരു പൂരത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ആളുകളൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം വെയിലിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിലും ഇതൊക്കെ പൂരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ആസ്വദിച്ച് നടക്കുകയാണ്. നെയ്തലക്കാവമ്മയാണ് ഈ തൃശൂർ പൂരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്നത്. ശക്തൻ തമ്പുരാന്റെ വലിയ വിശ്വാസമായിരുന്നു നെയ്തലക്കാവില്. അപ്പോൾ ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയ പൂരത്തിൽ നെയ്തലക്കാവമ്മയ്ക്ക് എപ്പോഴും സവിശേഷമായ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അതാണ് ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പൂരവിളംബരം. തെക്കേ ഗോപുരം നട തുറന്ന് പൂരവിളംബരം നടത്താനുള്ള അവകാശം നെയ്തലക്കാവമ്മയ്ക്ക് നൽകിയിട്ടുള്ളത്. പൂരത്തിന്റെ ദിവസം, അതായത് നാളെ ഏറ്റവും അവസാനം വടക്കുനാഥനെ വന്ന് തൊഴുതു മടങ്ങുന്നതും നെയ്തലക്കാവമ്മയാണ്. അപ്പോൾ നെയ്തലക്കാവമ്മയുടെ സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട് നെയ്തലക്കാവമ്മയ്ക്ക് ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോ നമ്മൾ കാണാം, ഘോഷയാത്രയായിട്ട് ഈ വഴിയിലുടനീളം ആളുകൾ കാത്തു നിൽക്കുന്നത് കാണാൻ പറ്റും. പലരും പ്രസാദം, അവിലും അതേപോലെ തന്നെ നിവേദ്യവും ഒക്കെ സമർപ്പിച്ച് ഭഗവതിയെ വണങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആളുകളൊക്കെ, കുട്ടികളൊക്കെ ആണെങ്കിൽ ആന വരുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു, മൊബൈലിൽ പകർത്താൻ ശ്രമിക്കുന്നു. ശരിക്കും ഈ പൂരത്തിന്റെ ഒരു ആവേശം, അതിന്റെ ഒരു കാഴ്ച നമ്മൾ ഇനി കാണാൻ പോകുന്നത് തെക്കേ ഗോപുര നട തുറന്ന് ഈ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവമ്മയുടെ തിടമ്പുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷത്തിലാണ്. മുമ്പൊക്കെ ആളുകളൊക്കെ ഈ പൂരവിളംബര ദിവസം അത്രയ്ക്കും എത്തിയില്ലെങ്കിൽ ഇന്നിപ്പോ തെക്കോട്ടിറക്കത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആവേശമാണ് ഈ തെക്കേ ഗോപുരം തുറന്ന് പൂരവിളംബരം നടത്തുന്ന ചടങ്ങിനുള്ളത്. അത്രമാത്രം ആളുകളാണ് ആ നട തുറന്ന് ആന പുറത്തിറങ്ങുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനും അത് ആഘോഷമാക്കാനും അത് കാണാനും ഒക്കെയായിട്ട് ഇവിടെ തെക്കേ നടയ്ക്ക് കാത്തു നിൽക്കുക. നമ്മൾ കാണാം, ഇങ്ങനെയൊക്കെ ആനയ്ക്ക് ഭഗവതിക്ക് നൽകുന്ന പ്രസാദങ്ങളാണ്, അല്ലെങ്കിൽ വഴിപാടുകളാണ്. ആനയ്ക്ക് വേണ്ടി പഴവും അവിലും ഒക്കെ നൽകി അങ്ങനെ ഈ ദേശത്തിന്റെ, ഗ്രാമത്തിന്റെ വഴികളിലൂടെ നടന്നു പോവാണ്. MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൂടെ നടക്കുന്നത്. നമ്മള് ഈ പൂര വിളംബര ദിവസമുള്ള നടത്തം അതിപ്പോ ഒരു ശീലമുള്ളത് നമ്മുടെ. തീർച്ചയായിട്ടും നെയ്തലക്കാവ് ഭഗവതി നട തുറക്കാൻ വേണ്ടി ഉള്ള ഏകദേശം 8 കിലോമീറ്റർ ദൂരം നടക്കാറുണ്ട്. എനിക്ക് ഈ ഒരു നാടൊന്നാകെ ഈ ഒരു ദിവസം കാത്തു നിൽക്കുന്നത് കാണാൻ. അതെ, എല്ലാവരും ചേർന്ന് സന്തോഷത്തിന്റെ, അവിടെ മറ്റ് ഭേദചിന്തകളൊന്നുമില്ല. ഒരു മതനിരപേക്ഷതയുടെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ. അതുപോലെ തന്നെ ഒരു സാംസ്കാരിക മുന്നേറ്റം കൂടിയാണ്. സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണല്ലോ. അപ്പൊ നെയ്തലക്കാവ്, ചൂരക്കാട്ടുകാവ് 2
ഘടകപൂരങ്ങള് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഉത്രാളിക്കാവും അതുപോലെ തന്നെ മച്ചാരി തിരാണിക്കാവും ഒക്കെ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട പൂരാഘോഷങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരു വൈകാരികതയിൽ തന്നെയാണ് ഇപ്പോ നെയ്തലക്കാവ് ഭഗവതിയോടൊപ്പം നട തുറക്കാൻ വേണ്ടിയുള്ള യാത്ര കഴിഞ്ഞ 3 കൊല്ലക്കാലവും ആ രീതിയിൽ സഞ്ചരിച്ചിരുന്നു. കാണുമ്പോഴേ നമുക്ക് ഈ വഴിയിൽ കാത്തുന്നവർ എല്ലാവരും ഇപ്പോ അവര് ഭഗവതി പിന്നെ പുറത്തേക്ക് എഴുന്നള്ളുകയാണല്ലോ. ഭഗവതിയെ പിന്നെ നേരിട്ട് തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നു എന്ന നിലയിലുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വിശ്വാസത്തിൽ. മഴ എങ്ങനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടോ? ഇല്ല, മഴ ചെറിയ ചാറ്റലല്ലേ ഉള്ളോ, അത് പൂരത്തിന്റെ ആവേശത്തില് അതെ ഈ മഴ പെരുമഴയാകട്ടെ എന്നുള്ള ഭാവത്തിലാണ് ആളുകൾ നിൽക്കുന്നത്. വെടിക്കെട്ടിന്റെ സമയത്ത് മാത്രം മാറി നിൽക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. പിന്നെ വെടിക്കെട്ടിന് തടസ്സം ഉണ്ടാവരുത്. പിന്നെ മറ്റേ ചെറിയ ചാറ്റലാണ് സാധാരണ പതിവുണ്ട്. കഴിഞ്ഞ തവണ പൂരത്തിന്റെ അന്ന് രാവിലെ ചാറ്റൽ മഴയുണ്ടായിരുന്നു. പിന്നീട് മഴ മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആവേശമാണ് ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക്, എല്ലാ വഴികളും തൃശ്ശൂരിലേക്ക് എന്ന് പറയുന്ന പോലെയാണ്. ഇവന്ന് ശരിക്കും വ്യക്തിപരമായിട്ട് പൂരം ആസ്വദിക്കുമ്പോ ഏതിനാ കൂടുതൽ താല്പര്യം തോന്നുക? ഏത് പൂരത്തിന്റെ വാദ്യവേഷങ്ങൾക്കാണോ? പ്രധാനമായിട്ട് പഞ്ചവാദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ചവാദ്യം, അതുപോലെ തന്നെ ചലച്ചിത്രമേളം, പിന്നെ ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? സ്വാഭാവികമായി ആസ്വദിക്കാൻ പറ്റാറുണ്ട്. ഇപ്പൊ മഠത്തിൽ വരുമൊക്കെ തന്നെ നല്ല തിരക്കാണല്ലോ. എങ്കിലും കുറച്ച് സമയമെങ്കിലും അത് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊരു ആവേശമാണ്, അതാണ് ലഹരി യഥാർത്ഥത്തിൽ. മന്ത്രിമാരൊക്കെ കൂടുതലായിട്ട് എല്ലാവരും തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നൊരു എല്ലാ തവണയും അങ്ങനെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കാറുണ്ട്. മന്ത്രിമാരും ഗവൺമെന്റും സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായും റൂട്ടീനായി നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെ. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുമോ നാളെ? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാവുമോ? അത് ഉറപ്പിച്ചിട്ടില്ലല്ലോ. ആണെങ്കിലും കഴിഞ്ഞ തവണത്തെ മുന്നിലത്തെ തവണ മുഖ്യമന്ത്രി വന്നിരുന്നു. അല്ല, എല്ലാവരും പറയുന്നത് ഇത്തവണ റൌണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാൻ കഴിയും എന്നുള്ളൊരു ആശ്വാസമാണ് പലരും പങ്കുവെക്കുന്നത്. അതെ റൌണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാം. അത് ഇപ്പൊ ഇന്നലെ പിന്നെ സാമ്പിള് ഗംഭീരായല്ലോ. എല്ലാവരുടെയും ഒരു ശ്രദ്ധ പൂരം നടത്തിപ്പില്, പ്രത്യേകിച്ച് നമുക്കറിയാലോ നിയമങ്ങള് പിന്നെ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദവും പൂരാവേശവും നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന നിലയിലുള്ള. രാവിലെ കളക്ടർ പറഞ്ഞൊരു കാര്യം, ഇതിന് നല്ല പരിചയമുള്ള ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നതാണ്. അതെ അതായത് ഇതിന്റെ ചടങ്ങുകള് സാധാരണ എങ്ങനെയാണ് നടന്നു വന്നിരുന്നത് തുടങ്ങിയ കാര്യങ്ങള് പിന്നെ സ്വാഭാവികമായിട്ടും നിയമവും ആചാരവും ഒപ്പം തന്നെ നടന്നു വന്നിരുന്ന സംവിധാനങ്ങളും അത് പിന്നെ അവധാനതയോടുകൂടിയിട്ട് കൂട്ടിയിണക്കാൻ പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടാവുമ്പോ ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായി പൂരം കാണുന്നു എന്നുള്ളതുകൊണ്ട് പലതും സ്വാഭാവികമാണ്. അടുത്തത് എന്താണെന്ന് അറിയാൻ പറ്റും. പലതും സ്വാഭാവികമാണ് എന്ന് മനസ്സിലാവും. പക്ഷെ അത് അസ്വാഭാവികമാണ് എന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ സംഭവങ്ങൾ ഉണ്ടാവും. അത് ഒഴിവാക്കേണ്ടതാണ്. അത്രയാണ്. നമുക്ക് ഇന്നലത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം. കാരണം അത്രമാത്രം നേരത്തെ എംഎൽഎ പറഞ്ഞ പോലെ ഈ നാട്ടിൽ ഒന്നാകെ കാത്തു നിൽക്കുകയാണ് ഭഗവതിയെ കാണാനും അതുപോലെ തന്നെ വഴിപാടുകൾ സമർപ്പിക്കാനും. ദേശത്തിന്റെ ആഘോഷമാവുകയാണ്. നാട്ടിൻപുറത്തുനിന്ന് നോക്കൂ, പണ്ടൊരു നാട്ടിട വഴിയായിരിക്കാം ഇത്, ഇപ്പൊ ചെറിയൊരു വഴിയാണ്. അതുവഴി ഭഗവതി വരുമ്പോ അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിന്ന് വഴിപാടുകൾ നൽകുന്നു. അവിലും പ്രസാദങ്ങളൊക്കെ നൈവേദ്യമൊക്കെ നൽകുന്നു. കുട്ടികളാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ വല്ലാത്തൊരു ആവേശം, പൂരത്തിന്റെ ആവേശത്തിലേക്ക് അങ്ങനെ നടന്നു കയറുകയാണ് എന്ന് വേണം പറയാൻ. ഈ നെയ്തലക്കാവിന്റെ എഴുന്നള്ളത്ത് വരുമ്പോൾ നമുക്ക് എറണാകുളം ശിവകുമാറിന്റെ തലയെടുപ്പ് അത് കാണാൻ തന്നെയാണ് കുറെ ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്നത്. കാരണം പിള്ളേര് വെച്ച് എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള ആനകളൊന്നാണ് ശിവകുമാർ. അതുകൊണ്ട് തന്നെ ശിവകുമാറിന്റെ എഴുന്നള്ളത്തും അവന്റെ തലയെടുപ്പൊക്കെ കാണുവാനും ആളുകൾ കാത്തു നിൽക്കുന്നു. ഇതിന്റെ ആവേശമൊക്കെ അപ്പുറത്താണ് നമ്മൾ റൌണ്ടിലേക്ക് എത്തുമ്പോഴുള്ള കാര്യം. അവിടെ ആ മേളം ആ പെരുക്കി കയറുമ്പോ ശരിക്ക് പൂരത്തിന്റെ ആവേശം മുഴുവൻ പൂര വിളംബര ദിവസം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്, കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ആണെങ്കിലും പൂരത്തിന്റെ വിളംബരത്തിനായി നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഗ്രാമവീഥികളിലൂടെ നെയ്തലക്കാവമ്മ പൂരനഗരിയിലേക്ക് എഴുന്നള്ളുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാണെങ്കിലും എങ്ങനെയാണ് ഇത് 4ാം തവണയാണല്ലോ അല്ലേ ശിവകുമാരത്താണ്? അതെ നടപ്പുറപ്പിനായിട്ട് പൂരത്തിന്റെ ഒരു ആവേശം മുഴുവൻ പൂര വിളംബര ദിവസവും ഉള്ള അവസ്ഥയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് അങ്ങനെ തന്നെ.
3 ദിവസമായി പൂരം. 3 ദിവസമായി പൂരം. ഈ തെക്കോട്ടിറക്കത്തിന് സമാനമായ ആവേശമാണ് തെക്കേതട തുറന്ന് പൂരവിളംബരം നടത്തുന്നുള്ളൂ. അതിപ്പോ അങ്ങനെയാ. ഇപ്പോ നല്ല അത് കാരണം ഫുള്ള് 3 ദിവസം പൂരായി മാറി. അതെ, അത് ശിവന്റെ ആരാധകരും കുറെ ഉണ്ടല്ലോ. അങ്ങനെ അല്ല, മൊത്തത്തില് അതൊരു എല്ലാരും ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അതെ അതെ. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോ തന്നെ അതൊരു പ്രത്യേകത അല്ലേ. അതെ അതെ. അപ്പൊ അതുകൊണ്ട് അത് ആ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും എല്ലാരും ഒരേപോലെ കാണണം. അതിൽ പിന്നെ ആനൊന്നുമില്ല. എല്ലാമാർ തടംപേറ്റുന്ന എവിടുന്ന തവണ ആരുടെ? പാർമേക്കാവിന് പകൽപൂരത്തിന്റെ പകൽപൂരത്തിന്റെ തടംപേറ്റ് ഉപചാരം ചൊല്ലല് ശിവനാണ്. ഇനിയിപ്പോ നാളെ നെയ്തലക്കാവ് ഭഗവതിനെ അവിടെ കൊണ്ടുവരുന്നതും ശിവനാണ്. ആണെങ്കിലും പൂരത്തിന്റെ ആവശ്യത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു കയറുകയാണ്. ഇപ്പോ നമ്മൾ പ്രധാനപ്പെട്ട പാതയിലേക്ക് കടക്കുകയാണ്. ഇവിടെയും ആളുകളൊക്കെ കാണാം. ആനയ്ക്ക് സമർപ്പിക്കാനായിട്ട് പഴമൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ആനയുടെ വയറ് നിറയ്ക്കുന്ന, ആനയ്ക്ക് പ്രിയപ്പെട്ട വിഭവങ്ങളൊക്കെ കൊടുത്ത് ആന ആസ്വദിച്ച് ഇതാണ് ഈ ഒരു എഴുന്നള്ളത്തിന്റെ പൂരവിളംബരത്തിന്റെ. അതെ, നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റി എറണാകുളം ശിവകുമാർ ഇങ്ങനെ ദേശം തൂടെ ഘോഷയാത്രയായി വന്നുകൊണ്ടിരിക്കുകയാണ് വടക്കുംനാഥ സന്നിധിയിലേക്ക്. വടക്കുംനാഥ സന്നിധിയിൽ നിന്ന് ഇപ്പോൾ നമുക്കൊപ്പം ജി ശ്രീജിത്ത് കൂടി ചേരുകയാണ്. അനുമോദ്, ഞാൻ